ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേശ്വരത്തെത്തുന്ന വാമൻ പ്രതാപൻ വിശ്വനാഥൻ്റെ ആത്മാവിനെ കണ്ടു എന്നും വിശ്വനാഥൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഭൂമി വിട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എത്രയും വേഗം ഒരു മന്ത്രവാദിയെ വിളിച്ച് വിശ്വേട്ടൻ്റെ ആത്മാവിനെ ആവാഹിക്കണം എന്ന് ദുർഗ പറയുമ്പോൾ അതിന് കരുണയുടെ അച്ഛൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ കുടുംബ ഫോട്ടോയിലുള്ള ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ ഞാൻ ഒരിക്കൽ അച്ഛനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കള്ളം പറയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ഏതായാലും കണ്ണനെ കൊണ്ട് പൂജയ്ക്കുള്ള സമ്മതം വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് ഉണ്ണിയും ദുർഗയും ചേർന്ന് അച്ഛൻ്റെ ദേഹത്തേക്ക് ലോറി ഇടിപ്പിച്ച് കയറ്റി ആ ലോറി ഡ്രൈവർ ശപിക്കുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കരുണ. അങ്ങനെ കണ്ണൻ്റെ അടുത്തെത്തുന്ന വാമൻ കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയുമ്പോൾ അച്ഛൻ എന്നെ ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല എന്ന് കണ്ണൻ പറയുന്നതും മറ്റാരേക്കാളും തറവാട്ടിൽ മനസ്സമാധാനമില്ലാതെ കഴിയുന്നത് നീയല്ലേ, അതെല്ലാം ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ദുർഗയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പൂജ നടന്നു പോയിക്കോട്ടെ എന്ന് കരുതണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് കേട്ടോ വാമൻ. ശേഷം മരിച്ചവരേക്കാൾ നിങ്ങളൊക്കെ തന്നെയാണ് മഹിക്കും എനിക്കും എൻ്റെയും ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് എന്ന് കണ്ണൻ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടെ. പിന്നീട് ഉണ്ണി കരുണയോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ പഠിക്കുന്ന കാലത്ത് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്നും അതുകൊണ്ട് ഇവിടെയും അയാൾ നമ്മളെയൊക്കെ കബളിപ്പിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം എന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നും നമ്മളെയൊക്കെ കബളിപ്പിക്കേണ്ട ആവശ്യം കണ്ണേട്ടൻ എന്താണെന്ന് കരുണ ചോദിക്കുമ്പോൾ ഇനി ഒരു പക്ഷേ അയാളുടെ കാലുകളുടെ തളർച്ചയൊക്കെ മാറി അയാൾ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലോ കണ്ണേട്ടൻ്റെ കുഞ്ഞാണോ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത്? നമ്മളാരും അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയാണോ ഈ നാടകം? ഇടയ്ക്ക് അയാൾ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ തോമസ് വൈദ്യൻ പറഞ്ഞത് കണ്ണേട്ടന് ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നല്ലേ, അതുകൊണ്ടല്ലേ സ്വാതി ഇവിടെ നിന്ന് പോയതെന്നെല്ലാം കരുണ പറയുമ്പോൾ തോമസ് വൈദ്യനും അവരുടെ ആളാണ്, കണ്ണേട്ടൻ തന്നെയായിരിക്കും അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഏതായാലും എൻ്റെ ഈ സംശയത്തിൻ്റെ പുറകെ പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കരുണ എന്ന് ഉണ്ണി പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളതായിട്ട് ഞാൻ സമ്മതിച്ചു തരാമെന്ന് ഉണ്ണിയോട് പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് ഉണ്ണി തൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം വാമനോട് പറയുമ്പോൾ നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കനൽ വീണിട്ടെങ്കിൽ നീ കണ്ണൻ്റെ പുറകെ പോകണം, സത്യം കണ്ടെത്തണം, ഇത്തവണ നമ്മളെയൊക്കെ മണ്ടന്മാരാകാൻ നീയായിട്ട് അവനെയും അവളെയും അനുവദിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. ആദ്യം എനിക്ക് അവരെ ഒന്ന് കാണണം മഹാലക്ഷ്മിയെ, അവരെ രണ്ടുപേരേക്കാൾ ബുദ്ധി മറ്റാർക്കും ഇല്ലെന്നാണ് രണ്ടാളും കരുതിയിരിക്കുന്നത്. കണ്ണേട്ടൻ വക്കീലാണെങ്കിൽ ഞാനും ഒരു സിവിൽ എഞ്ചിനീയറാണ്, എൻ്റെ ബുദ്ധി എന്താണെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് വീരവാദം മുഴക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് അങ്ങനെ ഉണ്ണി നേരെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടു, ഫൈനാൻസ് കേസിൽ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ ഇരിക്കുന്നതിനെയും നിങ്ങൾ വിലക്കി, അതിനൊക്കെ നിങ്ങൾക്ക് എന്താ അധികാരമാണുള്ളത്? കണ്ണേട്ടൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് പറ്റാതെ അനധികൃതമായിട്ട് നേടിയതൊക്കെ നിങ്ങൾ തിരിച്ചെഴുതി കൊടുക്കുകയാണ് വേണ്ടതെന്ന് ഉണ്ണി പറയുമ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ മഹിയുടെ ആ മറുപടി ലേഖയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനും കണ്ണേട്ടനുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ നിയമപരമായി ബന്ധം പിരിഞ്ഞാലും കണ്ണേട്ടൻ എനിക്ക് എഴുതി തന്നതൊന്നും ഞാൻ തിരികെ എഴുതി കൊടുക്കാൻ പോണില്ല, അതൊക്കെ എനിക്കും ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനും അവകാശപ്പെട്ടതാണെന്ന് മഹി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്ന് ഉണ്ണി വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ മഹി പറഞ്ഞത് കേട്ടല്ലോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കണ്ണനോട് ചെന്ന് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ഉണ്ണിയെ അവിടെ നിന്നും ആട്ടി പുറത്താക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ മനസ്സിൽ ചില പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ട് കണ്ണനെ കാണാനായിട്ട് ഫൈനാൻസിൽ എത്തുകയാണ് കേട്ടോ ഉണ്ണി. ഞാനിപ്പോൾ അവരെ കണ്ടു എന്നും കണ്ണേട്ടനുമായിട്ട് നിയമപരമായിട്ട് ബന്ധം പിരിഞ്ഞാലും ഒന്നും തിരികെ എഴുതി തരില്ലെന്നാണ് അവർ പറയുന്നത്. ആ അനന്തുവിനെയും ലേഖയും കണ്ടിട്ടാണ് അവർക്ക് ഇത്ര അഹങ്കാരം. കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ അവൾ പറഞ്ഞോ, ഇത്ര പണത്തിന് ആർത്തിയുള്ള ഒരാളെയാണല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഉണ്ണിയുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ കണ്ണേട്ട, മഹാലക്ഷ്മി തട്ടിക്കളയുക എന്ന് കണ്ണൻ്റെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി തന്നെ ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ അത് കേട്ട് ആകെ വല്ലാതാകുന്നുണ്ട്. തുടർന്ന് സ്വത്തുമോഹിയായ ഇവൻ മഹിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിക്കില്ല, ഇവനിൽ നിന്നും മഹിയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചേ പറ്റൂ എന്ന് തീരുമാനമെടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് കണ്ണനിത് മാർക്കോയെ അറിയിക്കുന്നു. അപ്പോൾ സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മഹാലക്ഷ്മിക്കും കുഞ്ഞിനും നേരെ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അനന്ത് സാറ് പറഞ്ഞെനിക്ക് എല്ലാം അറിയാം,
പഠിക്കാൻ അത്ര മിടുക്കനല്ലാതിരുന്ന ഉണ്ണിയെ പഠിപ്പിച്ച് എഞ്ചിനീയറെ ആക്കിയത് സാറാണെന്നറിയാം. ആ സാറിനെയും മഹാലക്ഷ്മിയും ദ്രോഹിക്കാനായിട്ട് ആര് ശ്രമിച്ചാലും അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഏതായാലും എല്ലാം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നാടകമാണോ? അതുപോലെ തന്നെ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ണി തയ്യാറാക്കുന്ന പദ്ധതികളൊന്നും വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് മാർക്കോയോടൊപ്പം ഇപ്പോൾ വിശ്വനാഥിൻ്റെ ആത്മാവും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയാണ്, പ്രതാപന് നല്ല തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൻ എന്ന് പറയുന്നത് വിശ്വനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ തന്നെയാണ്. അപ്പോൾ കണ്ണൻ്റെ ഭാര്യയായ മഹിയും കണ്ണൻ്റെ കുഞ്ഞും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അവരെ അപായപ്പെടുത്താനായിട്ട് സ്വന്തം മകനായിട്ടുള്ള ഉണ്ണി ശ്രമിച്ചാൽ പോലും അദ്ദേഹം വെറുതെ വിടില്ല, വിശ്വനാഥൻ വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഉണ്ണിക്ക് അങ്ങനെ ചെയ്തു കൂട്ടിയ എല്ലാ കൊടും ക്രൂരതകൾക്കുള്ള തിരിച്ചടികളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സിനായിട്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്